എറണാകുളം പാരിത്തുകാവിലെ ഭൂമി ഒഴിപ്പിക്കലിൽ പോലീസിനെതിരെ പെരുമ്പാവൂർ മുൻസിഫ് കോടതി. അഭിഭാഷക കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പോലീസ് പാലിച്ചില്ല എന്ന കോടതിയിൽ റിപ്പോർട്ട്. എസ്പിയോട് മുൻസിഫ് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. 4-ാം തീയതി വീണ്ടും ഭൂമി ഒഴിപ്പിക്കാനായി അഭിഭാഷക കമ്മീഷൻ എത്തും. അഞ്ജലി ശ്രീജിതാരാജ് വിവരങ്ങളുമായി. അഞ്ജലി, ഇപ്പോൾ പെരുമ്പാവൂർ മുൻസിഫ് കോടതി എന്ത് വിമർശനമാണ് പോലീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്? സ്മൃതി, 12-ാം തവണയാണ് വാഴക്കുളം പരുത്തുകാവ് സെറ്റിൽമെന്റ് ഒഴിപ്പിക്കാനായിട്ട് അഭിഭാഷക കമ്മീഷൻ എത്തിയിരുന്നത്. എന്നാൽ ഈ 12 തവണയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ നടന്നത്. ഈ കുടിയൊഴിപ്പിക്കാൻ അഭിഭാഷക കമ്മീഷനോ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ നടന്നില്ല. വലിയ പോലീസ് സന്നാഹവുമായി എത്തിയിട്ട് പോലും 12 തവണയും അഭിഭാഷക കമ്മീഷന് കുടിയൊഴിപ്പിക്കാൻ കഴിയാതെ മടങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് അഭിഭാഷക കമ്മീഷണർ ഇപ്പോൾ പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് പോലീസിനെതിരെയാണ്. പോലീസ് വലിയ രീതിയിൽ വീഴ്ച വരുത്തി ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് സഹകരിച്ചില്ല എന്നൊരു റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിനെതിരെ മുൻസിഫ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് കോടതിയിലുള്ള ഉത്തരവിനനുസരിച്ച് ഈ വരുന്ന 3-ാം തീയതിക്കുള്ളിൽ, അതായത് ഈ മാസം ഉടൻ തന്നെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ കുടിയൊഴിപ്പിക്കണമെന്നും കേസ് വീണ്ടും പരിഗണിക്കുമെന്നും, ഏപ്രിൽ 5-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള വൈദ്യുതി കണക്ഷനും വാട്ടർ കണക്ഷനും ഒക്കെ വിച്ഛേദിക്കണം. കൂടാതെ ഇപ്പോൾ അവിടെയുള്ള ലോക്കൽ പോലീസ് ആയതുകൊണ്ടായിരിക്കാം സഹകരിക്കാത്തത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ്-പിക്ക് കോടതി നേരിട്ട് കോടതിയിൽ എസ്-പി ഹാജരാകണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇവരെ കുടിയൊഴിപ്പിക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു. ഹൈക്കോടതി വിധി അവസാനം ഇവർ അപ്പീലിന് സുപ്രീം കോടതിയിൽ പോയി. എന്നാൽ സുപ്രീം കോടതി പോലും ഈ വിധി തള്ളുക, അതായത് ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് ഈ 8 കുടുംബങ്ങൾ അവിടെ നിന്നും കുടിയൊഴിഞ്ഞു പോകണമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 12 തവണയും അഭിഭാഷക കമ്മീഷൻ അവിടെ എത്തിയത്. എന്നാൽ വലിയ രീതിയിൽ പ്രതിഷേധമാണ് ഉണ്ടായത്. അവിടെയുള്ള CPM പ്രാദേശിക നേതാക്കന്മാരും ഈ ഒരു പ്രതിഷേധത്തിന് കുടുംബങ്ങളോടൊപ്പം ചേർന്നു. 8 കുടുംബങ്ങൾ 2.5 ഏക്കറിലാണ് കഴിഞ്ഞ 50 വർഷത്തിലധികമായി അവിടെ താമസിച്ചു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 50 വർഷമായി കേസ് ഇങ്ങനെ നിലനിൽക്കുകയാണ്. പക്ഷേ എങ്ങോട്ട് കുടിയൊഴിഞ്ഞു പോകും, പുനരധിവാസം എവിടെയാണ് ഉറപ്പാക്കുക തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവരവിടെ നിന്നും പ്രതിഷേധിക്കുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് അവിടുന്ന് പോകാൻ കഴിയില്ല. നിരവധി സ്ഥലങ്ങൾ, അതായത് 8 കുടുംബങ്ങളാണ് നിലവിൽ അവിടെ താമസിക്കുന്നത്. 2.5 ഏക്കർ സ്ഥലത്ത് 50 വർഷത്തോളമായി കേസ് നടത്തുന്നു. പതിറ്റാണ്ടുകളായി തലമുറകളായി താമസിച്ചു വരുന്ന സ്ഥലമാണ്. മറ്റൊരു പോലീസിന് കോടതിയുടെ വിമർശനം ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്.